ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ആണ്. ഇന്ന് തിരുവോണാണ്. ഇത്രയും ദിവസം കുഞ്ഞു കുഞ്ഞു പൂക്കളിട്ട്, പക്ഷെ ഇന്ന് നമുക്ക് വലിയൊരു പൂക്കളും സെറ്റാക്കണം കേട്ടോ. അപ്പൊ ഇന്നലെ തന്നെ കുറച്ചധികം പൂക്കൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ പിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മൾ ഡിസൈനും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രാവിലെ എണീച്ച് നമ്മൾ ഡിസൈൻ വരക്കാൻ അങ്ങ് തുടങ്ങി. ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ എപ്പാ തീരാ ഇതെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഡിസൈൻ ഇത് നല്ല രീതിക്ക് വരച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ മനസ്സിലാവുക. ഇത് നമ്മളുടെ ചെടീന്റെ ബാക്കിലുള്ള തണ്ടും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളിപ്പോ മരത്തിന്റെ ഇലയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. കുറച്ച് കുട്ടികൾ ഈ ഒരു മരത്തുനിന്ന് പൂ പറിക്കാട്ടോ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ പുറകിൽ ഓരോ റോ ആയിട്ട് പൂക്കൾ വരാട്ടോ ചെയ്യാം. അപ്പൊ ഈ കുട്ടികളുടെ കണ്ണും മുടിയും ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ കരിക്കട്ട പൊടിച്ചാട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പൂക്കൾ ഇട്ടിട്ട് പകുതി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത്ര വരെ പൂക്കൾ ഇട്ടിട്ടും ഇനിയും നമ്മുടെ പൂക്കൾ ബാക്കിയുണ്ട് കേട്ടോ. അത്ര വരെ ചെയ്തിട്ട് ഞാൻ ബാക്കി അമ്മേന്റെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളെല്ലാരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ്. രാവിലെ പോകേണ്ടതാണ്, പക്ഷെ പൂക്കൾ ഇടാൻ ലേറ്റ് ആയി പോയി. നമ്മളെല്ലാരും കൂടിയിട്ട് തളാപ്പ് അമ്പലത്തിലായിരുന്നു വന്നത്. അവിടെ നോക്കുമ്പോൾ വലിയൊരു പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് തൊഴുതിട്ട് വന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പായസം വാങ്ങിച്ച് നമ്മളിപ്പോ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൂക്കൾ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അമ്മമ്മയും എല്ലാരും കൂടിയിട്ട് ഇത് ബിരിയാണിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന് സദ്യയാണ് ആക്കുന്നത്, പക്ഷെ നമ്മൾ ഇത് ബിരിയാണിയാണ് ആക്കുന്നത്. നല്ല ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല ചിക്കൻ ഫ്രൈയും ഉണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് നമ്മൾ അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മളിപ്പോ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു. ബൈ ദ വൈ, ഇതാണ് എന്റെ ഓണക്കൊടി എന്ന് പറയുന്നത്. ഇത് അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്താണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ നമ്മൾ മാത്രമല്ല, അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പോലെ തന്നെ ഇന്ന് ഓണായോണ്ട് എല്ലാവരും ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്സ്, ഇവരും നമ്മളെ കൂടി ഉണ്ടായിരുന്നു. അവിടെ നല്ല സൺസെറ്റും കണ്ട് കുറച്ച് അടിപൊളി ഫോട്ടോസും എടുത്ത് നമ്മളിപ്പോ നേരെ വിഷ്ണുകൊണ്ട് കല്ലുമ്മക്കായി കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ കല്ലുമ്മക്കായി അടിപൊളി കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു ഓണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറെ സ്ഥലത്തൊക്കെ ഓണക്കളികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ച് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.